ഇത് അടിപൊളിയാണ്. ഈ ഒരു അച്ചാർ മാത്രം മതി. ഉച്ചയ്ക്ക് ചോറിന് വേറെ ഒരു കറി ഇല്ലെങ്കിൽ നമുക്ക് 2 പറ ചോറുണ്ണാൻ പറ്റും. അത്രയ്ക്കും ടേസ്റ്റാണ്. അല്ല, നമ്മൾ ഇൻട്രോ പറഞ്ഞില്ലല്ലോ, എന്നാൽ പിന്നെ അതുകൊണ്ട് പറയാം. ഹായ് ഹലോ ഗെയ്സ്, ടുഡേ വി ആർ ഗോയിങ് ടു മേക്ക് ഡേറ്റ്സ് ലെമൺ പിക്കിൾ. അതെ, നാരങ്ങയും ഈത്തപ്പഴം വെച്ചിട്ട് അടിപൊളി അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുക. നാരങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഈത്തപ്പഴം. നോ, ഈത്തപ്പഴം കഴുകണ്ട കേട്ടോ. ഇനി വെള്ളുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം മുറിച്ചെടുക്കുക. നാരങ്ങേനെ 4-3 8 കഷ്ണമായി മുറിക്കുക. 4-3 7 അല്ലേ? എന്തായാലും ഒരു 6-8 കഷ്ണമായിട്ട് മുറിച്ചോ. ഇനി നാരങ്ങയിൽ കുറച്ച് ഉപ്പിട്ട് ഇളക്കി മാറ്റി വയ്ക്കുക. ആളവിടെ ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കട്ടെ. ഇനി ഈത്തപ്പഴത്തിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് മാറ്റി വയ്ക്കണം. ഓ മൈ ഗോഡ്, കൈ മുറിഞ്ഞു. എനിക്ക് തീരെ ചൊല്ലിക്കട്ടില്ലാന്നേ. എന്തായാലും ഒരല്പം വിനാഗിരി എടുത്തിട്ട് ഈ ഡേറ്റ്സിൽ ഒഴിച്ച് അവനെ അവിടെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയൊന്ന് വറുത്തെടുക്കുക. ദെൻ അതിലേക്ക് ഈ വെള്ളുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളകൊക്കെ എടുത്തിട്ട് ഒരു 2-3 കടുക് വറ. പിന്നെ അതിലേക്ക് നമ്മൾ ആദ്യം റെസ്റ്റ് ചെയ്യാൻ വിട്ട ഒരാളില്ലേ, നാരങ്ങ. ഈ നാരങ്ങയുടെ ഉപ്പും വെള്ളം എല്ലാം കൂടെ ഇതിക്കാൻ ഒഴിക്കുക ചട്ടിക്ക്. ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഈത്തപ്പഴം ഡേറ്റ്സ് ഇങ്ങനെ പരത്തി വയ്ക്കുക. എന്നിട്ടൊരു 3 മിനിറ്റ് അടച്ച് വയ്ക്കുക. എന്നിട്ട് തുറന്നതിന് ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുക കേട്ടോ. അടച്ച് വയ്ക്കുന്ന സമയത്ത് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തോണ്ടേ. പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ എന്നുള്ള റെസിപ്പി മാത്രം എടുത്ത് നിങ്ങൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോകരുത്. കാരണം ഞാൻ എൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഇതിൻ്റെ മെഷർമെൻറ്റ്സിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു വീഡിയോ ഫുള്ളായിട്ട് കൃത്യമായി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു റെസിപ്പി ആരെടുത്താണ് കട്ടെടുത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കൃത്യമായിട്ട് അതിൽ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നോക്കി 1-2 വീഡിയോ ഒക്കെ റെഫർ ചെയ്തിട്ട് അച്ചാർ ഉണ്ടാക്കിയാൽ മതി. എന്തായാലും ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.